മക്കളെ എല്ലാവർക്കും USS മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സന്ധി എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിച്ചേരുന്നത്, സന്ധിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ മലയാളത്തിൽ പ്രധാനമായിട്ടും 4 സന്ധികളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്. ഇങ്ങനെ 4 മാറ്റങ്ങളാണ് നമുക്ക് മലയാളത്തിലുള്ളത്. ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി എന്നിങ്ങനെ 4 സന്ധികളാണ്. അതിൽ ആദ്യത്തെ സന്ധി ഏതാണ്? ലോപസന്ധിയാണ്. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുന്ന സമയത്ത് അതിലൊരു വർണ്ണം ലോപിച്ചു പോകുക മീൻസ് ഇല്ലാണ്ടായി പോവുക. അതിനെയാണ് നമ്മൾ ലോപസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ആഗമസന്ധി എന്താണ്? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായി ഒരു വർണ്ണം ആഗമിക്കുക, പുതുതായിട്ടൊരു വർണ്ണം വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഗമസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ആദേശസന്ധി എന്തായിരിക്കും? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം വരികയും ചെയ്യുന്നുണ്ട്, ഒരു വർണ്ണം പോവുകയും ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ആദേശസന്ധി എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ സന്ധിയാണ് ദ്വിത്വസന്ധി. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരു വർണ്ണം ഇരട്ടിക്കുകയാണ്. എന്ത് ചെയ്യണു? ഇരട്ടിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ടീച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും അത് കാണണം. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് USSന് വേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണം.